ഹായ് ആൾ, വെൽക്കം ടു CC Plus. നമുക്ക് 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കിയാലോ. ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരെന്താണ്? മധ്യകാല ഇന്ത്യ, മെഡീവൽ ഇന്ത്യ അല്ലെ. മെഡീവൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 1ാം ചാപ്റ്റർ, 7ാം ക്ലാസ്സിലെ 1ാം ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? മെഡീവൽ ഇന്ത്യയിൽ മുഗൾ ഭരണം തൊട്ടാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിന് മുന്നേ നമുക്ക് ഡൽഹി സുൽത്താനത്തെ ഒക്കെ പഠിക്കാനുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ എന്താണ്? മുഗൾ ഭരണം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാണ് മുഗൾ ഭരണം സ്ഥാപിച്ചത്? 1526 അല്ലെ, 1526 മുഗൾ ഭരണം ആരംഭിക്കുന്നത്. എത്ര വർഷം മുന്നാണെന്ന് നോക്കി, നമ്മൾ 2025 ആണല്ലേ. അപ്പോൾ ഇത് 1526, ഒത്തിരി വർഷം പുറകിലാണ് അല്ലെ. 1526 നമ്മൾ മുഗൾ ഭരണം സ്ഥാപിച്ചത്. ആരാണ് സ്ഥാപിച്ചത്? ബാബറാണ് അല്ലെ. ബാബറാണ് സ്ഥാപിച്ചത്. അപ്പൊ ഇത് ഓർത്ത് വെക്കണം. 1526 മുഗൾ അല്ലെ. മുഗൾ ആരാണ്? ബാബറാണ് അല്ലെ. ബാബറാണ് സ്ഥാപിച്ചത്. ഇനി എന്ന് വരെയാണ്? 1526 തൊട്ട് ഏത് വർഷം വരെയാണ്? 1857 വരെ അല്ലെ. 1526 to 1857 വരെ നമുക്ക് നമ്മുടെ ഇന്ത്യ ഭരിച്ചിരുന്നത് ആരാണ്? മുഗൾ ഭരണാധികാരികളാണ് അല്ലെ. മുഗൾ ഭരണ കാലഘട്ടമാണ്. ഇനി നമുക്ക് ആരൊക്കെയാണ് അവിടെ ഭരിച്ചത് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ബാബറാണ് അല്ലെ. ബാബർ ഏത് വർഷം തൊട്ട് ഏത് വർഷം വരെയാണ് ഇന്ത്യ ഭരിച്ചത്? 1526 to 1513. ഇനി നെക്സ്റ്റ് രണ്ടാമതായിട്ട് ഭരണം വരുന്നത് ഹുമയൂൺ ആണ്. ഹുമയൂൺ 1530 to 1514. അത് കഴിഞ്ഞ് വീണ്ടും എന്താണ്? 1555 തൊട്ട് 1556 വരെ ആരാണ്? ഹുമയൂൺ ആണ് ഭരിക്കുന്നത് അല്ലെ. ഇനി നെക്സ്റ്റ് വരുന്നത് അക്ബർ ആണ്. 1556 തൊട്ട് 1606 വരെ, 1556 to 1605 വരെയാണ് അക്ബർ ഭരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. അല്ലെങ്കിൽ മുഗൾ ഭരണകാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരാളാണ് ഈ അക്ബർ എന്ന് പറയുന്നത്. അക്ബറിന്റെ ഒക്കെ ഒത്തിരി പോയിന്റുകൾ നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. നെക്സ്റ്റ് വരുന്നത് ജഹാംഗീർ ആണ്. 1605 തൊട്ട് 1627 വരെയാണ് ജഹാംഗീർ ഭരിച്ചിരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഷാജഹാൻ ആണ്. ഷാജഹാനെ പറ്റിയൊക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ടാകും അല്ലെ. പാട്ടിലൂടെ ഒക്കെ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ടാകും. 1628 തൊട്ട് 1658 വരെയാണ് ഷാജഹാൻ ഭരിക്കുന്നത്. 1628 തൊട്ട് 1658 വരെയാണ് ഷാജഹാൻ ഭരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഔറംഗസേബ് ആണ്. 1658 തൊട്ട് 1707 വരെ. ഇത്രയാണ് ഫേമസ് ആയിട്ടുള്ള റൂളേഴ്സ്. ഇതെല്ലാം കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിക്കണം. ഫസ്റ്റ് വൺ ബാബർ, ദെൻ ഹുമയൂൺ, ദെൻ അക്ബർ, ദെൻ ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. ഇത്രയും ഇവിടെ കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഇവരുടെ വർഷവും ഇവരെ ഇന്ത്യ ഭരിച്ചിരുന്ന കാലഘട്ടവും അല്ലെങ്കിൽ വർഷവും പഠിക്കണം. ബാബർ വരുന്നത് 1526 തൊട്ട് 1530 വരെ അല്ലെ. അതായത് 1526 to 1513. ഇനി ഹുമയൂൺ വരുന്നതോ 1530 to 1514. അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം വരുന്നുണ്ട് അല്ലെ. 1555 തൊട്ട് 1556 വരെ, 1555 തൊട്ട് 1556 വരെ. അതിനുശേഷം അക്ബർ ആണ്. 1556 തൊട്ട് 1605 വരെ ആരാണ്? അക്ബർ ആണ്. നെക്സ്റ്റ് ജഹാംഗീർ 1605 to 1627 വരെ. ഷാജഹാൻ 1628 to 1658. നെക്സ്റ്റ് വരുന്നത് ഔറംഗസേബ് ആണ്. 1656 to 1707 വരെ ആരാണ്? ഔറംഗസേബ് ആണ്. അപ്പോൾ ഇത് ഇത്രയും കറക്റ്റ് ആയിട്ട് പഠിക്കാം. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്? 1526 ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത്. ആരാ സ്ഥാപിച്ചത്? ബാബർ ആണ്. ഇനി എവിടം വരെ ആയിരുന്നു മുഗൾ ഭരണം? 1857 വരെ ഇന്ത്യയിൽ ആരാ ഭരിച്ചിരുന്നത്? മുഗൾ റൂളേഴ്സ് ആണ് ഇന്ത്യ ഭരിച്ചിരുന്നത്. അപ്പൊ ഈ മുഗൾ റൂളേഴ്സിന്റെ പേരുകൾ, പ്രധാനപ്പെട്ട മുഗൾ റൂളേഴ്സിന്റെ പേരുകൾ പഠിക്കണം. ആരൊക്കെയാണ്? ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. ഇനി നോക്കുകയാണെങ്കിൽ നമുക്ക് ഔറംഗസേബിന്റെ കാലഘട്ടത്തിലെ മുഗൾ രാജ്യം, അതായത് 1707 നോക്കിക്കേ, എന്തോരം സ്ഥലം അല്ലേ. ഒത്തിരി പ്രദേശങ്ങളിൽ, ഇന്ത്യയിലെ ഒത്തിരി പ്രദേശങ്ങളിൽ എന്താണ് നമ്മുടെ മുഗൾ ഭരണ കാലഘട്ടമായിരുന്നു അല്ലെങ്കിൽ മുഗൾ ഭരണമായിരുന്നു. അപ്പൊ ഇന്ത്യയുടെ നോർത്ത് ഭാഗം അല്ലെ, നോർത്ത് ടു സൗത്ത്, അതുകൂടാതെ വെസ്റ്റ് ടു ഈസ്റ്റ് അല്ലെ, വെസ്റ്റ് ടു ഈസ്റ്റ്. അപ്പൊ നോർത്തില് നമുക്ക് പാകിസ്ഥാൻ,
ഈ ഒരു ഭാഗം കാശ്മീർ, കാബൂള്, അഫ്ഗാനിസ്ഥാന്റെ ഭാഗം അല്ലെ, അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഭാഗം, ലാഹോർ, മുൾട്ടാൻ, ഡൽഹി, സിന്ധ്, അതുകൂടാതെ അജ്മീർ, ഈ ഏരിയ സെൻട്രൽ ഇന്ത്യയുടെ ഭാഗം എല്ലാം തന്നെ അല്ലെ, ബീഹാർ, അലഹബാദ്, അഹമ്മദാബാദ് മുതൽ ഇങ്ങോട്ടേക്ക് താഴെ സൗത്ത് ഇന്ത്യയിലെ കേരളം അടങ്ങുന്ന കുറച്ച്, കേരളം തമിഴ്നാട് അടങ്ങുന്ന കുറച്ച് ഭാഗം മാത്രമേ ഇല്ലാതിരുന്നിട്ടുള്ളൂ അല്ലെ. ബാക്കി അങ്ങനെ എന്താണ് സൗത്ത് ഈസ്റ്റ് ഭാഗം അല്ലെ മൊത്തം ആരായിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത്? മുഗൾ രാജവംശമായിരുന്നു, അല്ലെങ്കിൽ മുഗൾ രാജ്യമായിരുന്നു നമുക്ക് ഇന്ത്യയിൽ കാണാൻ സാധിക്കുന്ന ആ കാലഘട്ടത്തിൽ. അപ്പൊ അത്രയും വലിയൊരു രാജവംശം അല്ലെങ്കിൽ അത്രയും വലിയൊരു ഭരണമായിരുന്നു ഇന്ത്യയിലെ മുഗൾ വംശം അല്ലെങ്കിൽ മുഗൾ രാജാക്കന്മാർ കാഴ്ചവെച്ചിരുന്നത്. അപ്പൊ അതും അവിടെ ഓർത്ത് വെക്കുക. നമ്മുടെ ഈ പിക്ചർ നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് എല്ലാവരും ഒന്ന് വരണം. അപ്പൊ എന്നാലാണ് നമുക്ക് എത്ര വലുതായിരുന്നു ഈ മുഗൾ ഭരണ കാലഘട്ടം എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ മുഗൾ ഭരണം സ്ഥാപിക്കപ്പെടുന്നത് എങ്ങനെ എന്ന് പഠിക്കണം. 1526 പറഞ്ഞു അല്ലെ. അതുകൂടാതെ ഈ മുഗൾ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം, ആ വേർഡിന്റെ മീനിങ് എന്താണെന്ന് കൂടി പഠിക്കാം. മുഗൾ എന്ന് പറഞ്ഞു, അതിന്റെ വേർഡിന്റെ മീനിങ് എന്താണെന്ന് പഠിക്കണ്ടേ. അതായത് മുഗൾ എന്ന പദത്തിൽ അല്ലെങ്കിൽ മംഗോൾ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പദം വരുന്നത്. അതിന്റെ എമർജിങ് എന്ന് പറയുന്നത് എന്താ? മംഗോൾ എന്ന വേർഡിൽ നിന്നാണ് മുഗൾ എന്ന് പറയുന്ന വേർഡ് ഉത്ഭവിച്ചത്. നമുക്കറിയാം മുഗൾ ഭരണം ഇന്ത്യയിൽ സ്ഥാപിച്ചത് ബാബറാണ്. അദ്ദേഹത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ഫാദർ വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂർ എന്ന് പറയുന്ന ടർക്കിഷ് ഭരണാധികാരിയുടെയും, ഇനി അതുകൂടാതെ മദർ അമ്മ വഴി മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാന്റെയും പിൻഗാമിയായിരുന്നു. ഇനി ഈ മുഗൾ എന്ന പേര് കൊടുത്തത് 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്യരാണ് ഈ രാജവംശത്തിനെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത്. അപ്പൊ ആ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക ഇവിടെ. ഇനി ലോധി വംശം, ഈ ലോധി എന്ന് പറയുന്നത് ഈ മുഗൾ ഭരണത്തിന് മുന്നേ ഉണ്ടായിരുന്ന ഡൽഹി സുൽത്താൻമാരുടെ ഭരണമായിരുന്നു. ഡൽഹി സുൽത്താൻമാരുടെ വിഭാഗത്തിൽ വരുന്നതാണ് ഈ ലോധി എന്ന് പറയുന്നത്. അതായത് അടിമ രാജവംശം, ഗിൽജി, തുഗ്ലക്, ലോധി, സയ്യിദ് ലോധി എന്ന് പറയുന്ന ഒരു 5 വിഭാഗം ഇവിടെ ഡൽഹിയിൽ ഭരിച്ചിരുന്നു. അതിലെ ഏറ്റവും അവസാനത്തെ വംശമായിരുന്നു ലോധി എന്ന് പറയുന്നത്. അപ്പൊ ഈ ലോധി വംശത്തിന്റെ അവസാനത്തെ എംപറർ അല്ലെങ്കിൽ അവസാനത്തെ റൂളർ ആയിരുന്ന ഇബ്രാഹിം ലോധി, ഈ പേരുകളൊക്കെ ഓർത്ത് വയ്ക്കണം കേട്ടോ. ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം ആ സമയത്ത് ബാബർ. അപ്പൊ ഇന്ത്യയിൽ ഭരണം സ്ഥാപിക്കുന്നതിന് മുന്നേ കാബൂളിലെ ഭരണാധികാരിയായിരുന്നു. അപ്പൊ കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടുകയുണ്ടായി. അപ്പൊ ചരിത്രത്തിൽ ഇതിനെ എന്താണ് ഫസ്റ്റ് പാനിപ്പട്ട് അല്ലെ, ഒന്നാം പാനിപ്പട്ട് യുദ്ധം എന്നാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് പാനിപ്പട്ട് യുദ്ധം എന്നാണ്? ഫസ്റ്റ് പാനിപ്പട്ട് യുദ്ധം 1526 അല്ലെ, 1526. ഇനി ആരുമായിട്ടായിരുന്നു? ബാബറും ഇബ്രാഹിം ലോധിയും അല്ലെ. ബാബർ ആൻഡ് ഇബ്രാഹിം ലോധി ഏത് വംശമായിരുന്നു? ലോധി വംശത്തിലായിരുന്നു ഇബ്രാഹിം ലോധി അല്ലെ. അപ്പൊ ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ചിട്ടാണ് ഇന്ത്യ ആര് പിടിച്ചെടുക്കുന്നത്? ബാബർ പിടിച്ചെടുക്കുന്നത്. പിന്നെയാണ് അവിടെ മുഗൾ ഭരണം അവിടെ സ്ഥാപിക്കുന്നത്. അപ്പൊ ആ യുദ്ധത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫസ്റ്റ് പാനിപ്പട്ട് വാർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റ് ഓർത്ത് വയ്ക്കുക, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് അല്ലെ. 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ മെഡീവൽ ഇന്ത്യ എന്നുള്ളതാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കിവിടെ എല്ലാവരും LSS USS വേണ്ടി പഠിക്കുന്ന കുട്ടികളായിരിക്കും. ഇവിടെ നമ്മുടെ CC+ൽ പുതിയ LSS USSന്റെ ഒരു കംപ്ലീറ്റ് നമുക്ക് ഒരു സ്റ്റഡി മെറ്റീരിയലോട് കൂടിയ ക്ലാസ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കറിയാം സാധാരണ നമ്മൾ നോർമൽ സ്കൂളുകളിൽ പഠിക്കുന്നത് പോലെ നമുക്ക് USSനും LSSനും പഠിച്ചാൽ നമുക്ക് അതുപോലെ കിട്ടില്ല അല്ലെ. അതായത് അവിടെ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ഫോം ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് കൂടി നമ്മളവിടെ പഠിച്ചു വയ്ക്കണം. അപ്പോൾ സ്റ്റഡി മെറ്റീരിയലിനോടൊപ്പം തന്നെ നമുക്ക് എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻസുകൾ കൂടി നമ്മൾ എന്താണ് ഇവിടെ ഡിസ്കസ് ചെയ്ത് പഠിപ്പിച്ചൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്താണ് മെറ്റീരിയൽസ്, സ്റ്റഡി മെറ്റീരിയൽ പ്ലസ് എന്താണ് ക്വസ്റ്റ്യൻസ് കൂടി നമുക്കിവിടെ കിട്ടും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക, ജോയിൻ ചെയ്യാനായിട്ട് കോൺടാക്ട് ചെയ്യുക. 9496949929 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.